ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, വി കെ സാറാണ്. നമ്മളെല്ലാവരും തന്നെ ഓണപരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എങ്ങനെ ഒരു ട്രിക്കോട് കൂടി നമുക്ക് പഠിച്ചെടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. അപ്പൊ നമുക്കറിയാം, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഒരുപാട് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സാണ് അഫക്ട് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ്, അതായത് ബിസിനസിന്റെ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാണ്. അപ്പോൾ ഒരു ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ അകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മേ ബി സാമ്പത്തികപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം, സോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, സാമൂഹികപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഇനി നിയമപരമായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഉള്ള ഒരുപാട് ഫാക്ടേഴ്സ് ബിസിനസിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് മീനിങ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ ദ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതർ ഫാക്ടേഴ്സ് ദാറ്റ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്, ബിസിനസ് എന്റർപ്രൈസസ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അത് വ്യക്തികളായിരിക്കാം, സ്ഥാപനങ്ങളായിരിക്കാം, സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സസ് ആയിരിക്കാം, ശക്തികളായിരിക്കാം. സോ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നേരിട്ടോ അല്ലാതെയോ ബിസിനസിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ 5 ഹെഡിൽ കൊണ്ടുവരാണ് അല്ലെ. 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്കണോമിക് ഫാക്ടേഴ്സ് ഫസ്റ്റ് വൺ, ഇനി സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഓക്കെ. സോ ഇത്തരത്തിൽ 5 ഡയമെൻഷൻസ് ആണുള്ള ബിസിനസ് എൻവിറോൺമെന്റ് ഉള്ളത്. ഡയമെൻഷൻസ് എന്ന് ഒരുപക്ഷെ നമുക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. ഡയമെൻഷൻസ് ചിലപ്പം എലമെന്റ്സ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഘടകങ്ങൾ, ഫോഴ്സസ്, ശക്തികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എക്കണോമിക് എൻവിറോൺമെന്റ്, അതായത് സാമ്പത്തിക പരിസ്ഥിതി. ഓക്കെ, സാമ്പത്തിക പരിസ്ഥിതി. അപ്പോൾ ചില കേസിൽ എക്കണോമിക് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ബിസിനസിനെ എഫക്ട് ചെയ്തേക്കാം. ബിസിനസ് എൻവിറോൺമെന്റ് ലൈക്ക് എക്കണോമിക് എൻവിറോൺമെന്റ് refers all factors and forces which directly influence the economy of your country. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അതൊരു പക്ഷേ എന്തിനേയും കൂടി ബാധിച്ചേക്കാം? ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലുള്ളതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. സോ ആ ബിസിനസിനെയും കൂടി എന്ത് ചെയ്യാം? ബാധിച്ചേക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത്? GDP അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇൻകം ലെവൽ അറ്റ് നാഷണൽ ലെവൽ, പ്രോഫിറ്റ് ഏർണിംഗ് റേറ്റ്, പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, എംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് മോണിറ്ററി ഫിസിക്കൽ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് ബിസിനസിനെ ബാധിച്ചേക്കാം. സോ ദാറ്റ് ഈസ് എക്കണോമിക് എൻവിറോൺമെന്റ്. ഇനി അടുത്തത് സോഷ്യൽ എൻവിറോൺമെന്റ് ആണ്, സാമൂഹിക പരിസ്ഥിതിയാണ്. ഏതൊരു ഓർഗനൈസേഷനും ഒരു സമൂഹത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ ഒരുപാട് നമ്മൾ ഈ പറയുന്ന റിച്വൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റംസ് ഉണ്ടാവും. ഓരോരുത്തരും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ഉണ്ടാവും. സോ ഓരോരുത്തരെയും പ്രിഫറൻസും, ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന റിച്വൽസും കസ്റ്റംസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന റിച്വൽസ് ആയാലും സോഷ്യലിസ്റ്റ് ആണ്. എല്ലാവരും ഓരോ കൾച്ചറിനനുസരിച്ചാണ് ഇവിടെ പെരുമാറുന്നത്. സോ ഓരോ ഇൻഡിവിജ്വൽസിന്, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദീപാവലി വരികയാണ്. അപ്പോൾ ദീപാവലിക്ക് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന എന്തായിരിക്കും? നമ്മൾ ഈ പറയുന്ന ക്രാക്കേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വീറ്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ സെല്ല് ചെയ്യുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തായിരിക്കും കൂടുതൽ സെയിൽ നടക്കാം? ഇനി ഓണം വരാൻ വേണ്ടി പോവാണ്, പൂക്കളായാലും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആയാലും ഇവർക്ക് കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാവുന്നുണ്ട്. സോ അത്തരത്തിൽ സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവും, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് പീപ്പിൾ അല്ലെ, ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയാവാം. ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നമുക്കറിയാം കേരളത്തിൽ തന്നെ നല്ല കൂടുതലാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ബിസിനസിനെ എഫക്ട് ചെയ്തേക്കാം. ഇനി നെക്സ്റ്റ്
ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് ആണ്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഇതേപോലെ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെയാവാം? പുതിയ പുതിയ സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്സ് ആവാം. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെത്തലുകളാണ്. പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക, അവ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഫോളോ ചെയ്യുന്ന പഴയ ടെക്നോളജി ആയിരിക്കില്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? പുതിയ കാലത്തിനനുസരിച്ച്, കാലം ഓടുന്നതനുസരിച്ച് നമ്മൾ പുറകെ ഓടുക എന്ന് പറയാറില്ലേ? സോ അതിനനുസരിച്ച് പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും, ടെക്നോളജിക്കൽ അപ്ഡേഷൻസ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ആൻഡ്രോയിഡ് ഫോൺ അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഐഫോൺ എടുക്കുകയാണെങ്കിൽ 16 Pro ഒക്കെ വരുന്നുണ്ട്, 16 ഒക്കെ വരുന്നുണ്ട്, അല്ലേ? അപ്പം ഓരോ കാലവും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ആ അപ്ഡേഷൻസ് എന്തിനെ ബാധിക്കുന്നുണ്ടോ? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ബാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. യെസ്. ഇനി പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള പരിസ്ഥിതി. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട്. സോ ഇവർക്കൊക്കെ ഉണ്ടാവുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജിയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസിയാണ്. സോ ഇതൊക്കെ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെയും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് പവർ, ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ അവർ സ്വീകരിക്കുന്ന പോളിസീസ്, അവർ സ്വീകരിക്കുന്ന നയങ്ങളൊക്കെ തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗവൺമെന്റ് ടുവാർഡ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി, ദെൻ പോളിസി ചേഞ്ചസ് ഇംപ്ലിമെന്റഡ് ബൈ ഡിഫറെന്റ് ഗവൺമെന്റ്സ്. ഓരോ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പ്രത്യേകമായിട്ടുള്ള പോളിസി ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ അതെന്തിനെ ബാധിച്ചേക്കാം? ബിസിനസ് ഓർഗനൈസേഷനെ ബാധിച്ചേക്കാം. സോ ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഇനി ലീഗൽ എൻവയോൺമെന്റ് ആണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഒരു രാജ്യത്ത് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ ആ രാജ്യത്തുള്ള നിയമവ്യവസ്ഥകൾക്ക് എന്താണ് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്, ഇല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവിടെയുള്ള നിയമങ്ങളും റെഗുലേഷൻസും ആക്ടുകളും എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ദാറ്റ് ഈസ് ലീഗൽ എൻവയോൺമെന്റ്, അതായത് നിയമപരിസ്ഥിതി. ദ മാനേജ്മെന്റ് ഓഫ് എവറി ബിസിനസ് ഹാസ് ടു ഒബേ ദ ലോ ഓഫ് ലാൻഡ്. And therefore, it is essential for every business enterprises to have adequate knowledge of rules and regulations framed by government. ഒരു ഗവൺമെന്റ് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള നിയമവ്യവസ്ഥകളെ പറ്റി കൃത്യമായിട്ടുള്ള നോളേജ്, അവബോധം ആർക്കുണ്ടാവേണ്ടതുണ്ട്? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാവേണ്ടതുണ്ട്. സോ അതൊരു പക്ഷേ നേരിട്ടോ അല്ലാതെയോ ബിസിനസ് ഓർഗനൈസേഷനെ എന്ത് ചെയ്യാം, ബാധിച്ചേക്കാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ GST കൊണ്ടുവന്നത് എല്ലാ ഇൻഡയറക്ട് ടാക്സസിനെയുമാണ് നമ്മൾ GST ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ബാധിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാം CGST, SGST എന്ന് പറഞ്ഞ ടാക്സ് നമ്മൾ അതിൽ നിന്ന് ഈടാക്കുന്നത് കാണാം. സോ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ലീഗൽ എൻവയോൺമെന്റ്. ഇനി സാരദാ ട്രിക്കിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇത്രയും 5 ഫാക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് മൈൻഡിൽ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റിക്കോളുന്നില്ല. സോ സ്ലെപ്റ്റ് എന്ന കോഡ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മക്കളെ ഈസി ആയിട്ട് ഈ ഡയമെൻഷൻസ് എക്സാമിന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. S ഫോർ സോഷ്യൽ എൻവയോൺമെന്റ്, L ഫോർ ലീഗൽ എൻവയോൺമെന്റ്, E ഫോർ എക്കണോമിക് എൻവയോൺമെന്റ്, P ഫോർ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആൻഡ് T ഫോർ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. സ്ലെപ്റ്റ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, ഈ വരുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തേത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോ എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമ്പിൾസ് വെച്ച് കൃത്യമായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ 5 മാർക്കിനോ 4 മാർക്കിനോ എക്സാമിന് ചോദിക്കാം. 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്ക്, അല്ലേ? 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഇനി ചോദിക്കാറുള്ളത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതും 5 മാർക്കിന്, അല്ലേ? 5 ഡയമെൻഷൻസ് ആണുള്ളത്. സോ 5 മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോൺസെപ്റ്റ് സ്ലെപ്റ്റ് എന്ന കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും, ഈവൻ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും സിമ്പിളായിട്ട് പൂ പറിക്കുന്ന പോലെ നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇത്രയുമാണ് നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VK ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ബൈ.